ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വീണ്ടും കാണിക്കുന്നത് ബലരാമനെ തന്നെ കേട്ടോ. ബലരാമൻ എന്തായാലും അവരോട് സംസാരിക്കുന്നുണ്ട്, സുജുവിനോടും സാഗറിനോടും. ഞാൻ നിങ്ങളോട് ചെയ്തതിന് എല്ലാം എന്നോട് മാപ്പ്. ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചതിനൊക്കെ മാപ്പ് പറയുന്നു. മാത്രമല്ല, അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവരെൻ്റെ സ്വന്തം അച്ഛനും അമ്മയും അല്ല എന്ന് പറയുന്നു കേട്ടോ. ഇത് കേൾക്കുന്ന സുജുവും സാഗറിനും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നീ എന്തൊക്കെയാണ് പറയുന്നത്? വീണ്ടും നാടകം എടുക്കാനായിട്ട് നോക്കുകയാണോ? ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. പക്ഷേ അവരുടെ ശത്രുക്കൾക്ക് വേണ്ടി എന്നെ ഒരു ബലിയാടാക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് മറ്റാരുമില്ല. എപ്പം നിൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതും എനിക്കറിയില്ല. അവരെ കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അവരുടെ അടുത്തേക്ക് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു കേട്ടോ. പിന്നെയും സുമിത്രയും ബാലുവിനെയൊക്കെ കാണിക്കുന്നത് കേട്ടോ. എന്തായാലും ഭാഗ്യശ്രീ എല്ലാവരോടും എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു. ഇനി എല്ലാവരെയും അവസാനിപ്പിക്കണം. കൂട്ടത്തിൽ എൻ്റെ മകൾ ഭാഗ്യശ്രീയെ അവസാനിപ്പിക്കണം. സ്വന്തം മകളെ അവസാനിപ്പിക്കാൻ നോക്കുന്ന ഒരമ്മ ഇതാദ്യമായിട്ടാട്ടോ കാണുന്നത്. മാത്രമല്ല, ഇതെല്ലാം തന്നെ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുന്നു. ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം മറ്റൊന്നല്ല, വരുണും അതുപോലെ തന്നെ മാനസയും കൺമണിയെ കാണാനായിട്ട് വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ രണ്ടാളും കൂടി കൺമണിയോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നിൻ്റെ കള്ളനാടകം നീ അഭിനയിച്ച് തകർക്കുകയാണല്ലോടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനോടൊപ്പം നീ ഒരുപാട് കാലം സുഖമായിട്ട് ജീവിക്കുമെന്ന് വിചാരിച്ചോ? നിൻ്റെ കഴുത്തിൽ ഈ താലി ഉണ്ടല്ലോ, അത് ഇന്നത്തോടു കൂടി ഞാൻ പൊട്ടിച്ച് വലിച്ചെറിയുമെന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ താലിയെ പിടിക്കുമ്പോഴത്തേനും കൺമണി ആകെ ദേഷ്യം കൊണ്ട് അവരെ വഴക്ക് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. താലി പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വിവരം അറിയും, കടന്നു പോടി മാനസ എന്ന് പറയുന്നു. അങ്ങനെ മാനസയെ ഷൗട്ട് ചെയ്യാട്ടോ ചെയ്യുന്നത്. മാനസ ഒന്ന് വരയ്ക്കുന്നുണ്ട്, കൂട്ടത്തിൽ വരുണും. പിന്നീട് ഭാഗ്യശ്രീയെ തന്നെ കാണിക്കുന്നത് കേട്ടോ. ഭാഗ്യശ്രീ നമ്മുടെ കൺമണിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൺമണി എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേനും കൃഷ്ണനോട് എല്ലാം തുറന്നു പറഞ്ഞു. ഇനി അത് രഹസ്യമായിട്ട് വെച്ചിട്ട് കാര്യമില്ല ഭാഗ്യശ്രീ. തുറന്നു പറയേണ്ട സമയത്ത് പറയുക തന്നെ വേണം. പക്ഷേ ക്രിസ് സാർ ഒരിക്കലും സാഗർ സാറിനോടോ അല്ലെങ്കിൽ സുജു മേഡനോടോ തിരിച്ച് പറയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, എന്നോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രഹസ്യം അവരറിയണം. അതിന് വേണ്ട മാർഗം ഞാൻ സ്വീകരിച്ചോളാം കൺമണി. പക്ഷേ എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം. എൻ്റെ അച്ഛനും അമ്മയും പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമ കഴിയുന്നത് എപ്പിസോഡ് വിശേഷം.